ഗുരുവിനെ കണ്ടിട്ട് വേണം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ. റോഹൻ, വരൂ, ഇരിക്കൂ. നന്ദിയുണ്ട് ഗുരുവേ. ഇനി പറയൂ, എന്താണ് നിനക്ക് വേണ്ടത്? ഞാനിപ്പോൾ വളരെ കഷ്ടത്തിനുണ്ട്. എനിക്കിപ്പോൾ ഭക്ഷണത്തിനുള്ള വക പോലുമില്ല. നിന്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി. ഇതിന്റെ പരിഹാരം എനിക്ക് ചെയ്യാൻ പറ്റില്ല. നീ പാതാള ഗുരുവിനെ കാണണം. നന്ദിയുണ്ട് ഗുരുവേ. അവിടേക്കുള്ള വഴി അങ്ങ് പറഞ്ഞു തന്നാലും. അവിടേക്കുള്ള കവാടം നിനക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ പരിസരത്തുള്ള ഏതോ ഒരു മതിൽ നിന്നു വീണാൽ നീ അവിടെ എത്തും. അതേതു മതിലാണെന്ന് കണ്ടെത്തേണ്ടത് നിന്റെ ചുമതലയാണ്. ആ മതിൽ കണ്ടെത്തിയിട്ട് വേണം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ. ഇത് തന്നെ ആയിരിക്കുമോ ആ മതിൽ? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതായിരിക്കുമോ ആ മതിൽ? തുള്ളി നോക്കാം. ഇതെന്താ ഒന്നും സംഭവിക്കാത്തത്? ഈ മതിലിൽ നിന്നും തുള്ളി നോക്കാം. ഇതെങ്കിലും ഒന്ന് വലിച്ചാൽ മതിയായിരുന്നു. നീ ആരാണെന്നും എന്തിനു വന്നെന്നും ഒക്കെ എനിക്കറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, നീ ആരാണ്? അങ്ങനല്ല, ആരായിരുന്നു എന്ന് ചോദിക്കൂ. ഒരു കാലത്ത് ഞാൻ നാട്ടിലെ എല്ലാമായിരുന്നു. ഇതിനുള്ള പ്രതിവിധി എനിക്കറിയാം. പക്ഷേ നീ തപസ്സിരിക്കേണ്ടി വരും. സമ്മതമാണോ? ഗുരു, ഞാൻ എന്തിനും തയ്യാറാണ്. എങ്കിൽ തയ്യാറായിക്കൊള്ളൂ. ഓം ഹ്രീം എന്ന് പറഞ്ഞ് എന്തു പറഞ്ഞാലും സാധ്യമാകുന്ന ഒരു അപൂർവ അത്ഭുത ശക്തി നിനക്ക് കിട്ടും. ആ തപസ്സിൽ മുഴുകണമെന്ന് മാത്രം. കാര്യമായ രീതിയിൽ തപസ് ചെയ്താൽ എന്തും സാധ്യമാണ്. എങ്കിൽ ശരി ഗുരു, ഈ തപസ്സിരുന്ന് എങ്ങനെയെങ്കിലും ആ ശക്തി എനിക്ക് നേടിയെടുക്കണം. എനിക്ക് ആ ഗുരുവിനെ കാണണം. ഗുരുവേ, അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ കഠിന തപസ്സും ഞാൻ ചെയ്തു. എന്നിട്ടോ ഒന്നും സംഭവിച്ചതായി എനിക്ക് തോന്നുന്നില്ല. അങ്ങ് പറയൂ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ നിനക്ക് തെറ്റി. ഓം ഹ്രീം എന്ന് പറഞ്ഞ് എന്തു പറഞ്ഞാലും സാധ്യമാകുന്ന ആ അപാരശക്തി നിന്നിൽ പ്രവേശിച്ചിരിക്കുന്നു. പക്ഷേ നീ അത് ദുരുപയോഗം ചെയ്യരുത്. ഈ ശക്തിയുടെ കാര്യം നീയും ഞാനുമല്ലാതെ മറ്റൊരാൾ അറിയരുത്. അതെയോ? എങ്കിൽ ഞാനതൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഓം ഹ്രീം, എന്റെ കയ്യിൽ ഒരു വടി തരട്ടെ. ഇത് അത്ഭുതം തന്നെയാണല്ലോ. ഓം ഹ്രീം, ഇത് വായുവിലേക്ക് ഉയരട്ടെ. ഓം ഹ്രീം, ഇത് അപ്രത്യക്ഷമാകട്ടെ. ഇത് വലിയ അത്ഭുതം തന്നെ. ഇപ്പോൾ ഞാൻ പോയേക്കാം. ഇങ്ങനെ വെറുതെ നടന്നാൽ ശരിയാവില്ല. കരാട്ടെ പഠിക്കാം. പണ്ട് ചൈനയിൽ നിന്ന് വന്ന ലിൻഷൂജി മാസ്റ്ററുടെ അടുത്തേക്ക് പോകാം. എന്താ വന്നത്? കരാട്ടെ പഠിക്കാനാണോ? അതെ. വരൂ. എന്താ പേര്? എന്റെ പേര് റോഹൻ. റോഹൻ, ഓക്കെ. എത്രയോ വയസ്സ്? എങ്കിൽ വരൂ. ഇത് സത്യത്തിൽ ഇത് കുങ്ഫുവിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് പഠിച്ചല്ലോ. ഇത് വളരെ സാഹസികപരമായ ഒരു ഐറ്റമാണ്. ഇത് കരാട്ടയിലെ ഒരു പ്രധാന ഭാഗമാണ്. കരാട്ടയേക്കാൾ കൂടുതൽ കുങ്ഫുവിനാണ് ഇതിൽ പ്രധാനം. അതൊക്കെ ഞാൻ എടുത്ത വഴിയെടുത്ത് കൊണ്ടുവരാം. നീ ഒന്ന് ട്രൈ ചെയ്യും. എന്റെ കൈ എങ്ങനെ പൊളിഞ്ഞു പോകുമോ?
ഇദ്ദേഹം വലിയ ഒരാള് തന്നെ. ഇതിലെന്തോ തട്ടിപ്പുണ്ട്. എന്റെ പേടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഈ വഴി അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ തട്ടിപ്പൊന്നുമില്ലേ? കഷ്ടം തന്നെ. അത് സാരമില്ല, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ. വേണം, ഇതെനിക്ക് പൊട്ടിക്കണം. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ ആ ശക്തി കാരണമാണെന്നാ തോന്നുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വിശപ്പുന്നുണ്ടോ? എങ്കിൽ വരൂ, ഭക്ഷണം കഴിക്കാം. വരൂ, ഇനി എന്റെ ബില്ല് പറയാം. നീ ഇത്രയും കാലം കരാട്ടെ പഠിച്ചതിന്റെ അത് എത്രയാണ്? അത്രയൊന്നുമില്ല, വെറും 10,000 രൂപ മാത്രമേ ഉള്ളൂ. 10,000 രൂപയോ? അത്രയൊന്നും എന്റെ അടുത്തില്ല. ഓ, എങ്കിലിപ്പോ എന്ത് ചെയ്യും? പകരം നിനക്ക് എന്തെങ്കിലും തരാനുണ്ടോ? ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഓം ഹ്രീം എന്ന് പറഞ്ഞ് എന്തു പറഞ്ഞാലും സാധ്യമാകുന്ന ആ അപാരശക്തി നിന്നിൽ പ്രവേശിച്ചിരിക്കുന്നു. പക്ഷേ നീ അത് ദുരുപയോഗം ചെയ്യരുത്. ഈ ശക്തിയുടെ കാര്യം നീയും ഞാനുമല്ലാതെ മറ്റൊരാൾ അറിയരുത്. അത് എന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ എന്റെ കയ്യിൽ മാന്ത്രിക ശക്തിയുണ്ട്. എന്ത് മാന്ത്രിക ശക്തിയോ? അത് നിനക്ക് കൈമാറാൻ പറ്റുമോ? പറ്റും, പക്ഷേ അത് ആർക്കും കൈമാറരുതെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊരു ഭാഗം നിങ്ങൾക്ക് ഞാൻ കൈമാറാം. എങ്കിലെനിക്കത് വേണ്ട. ഈ നിയമപ്രകാരം പാവപ്പെട്ടവരിൽ നിന്നും ഒന്നും സ്വീകരിക്കരുതെന്നാണ്. അതുകൊണ്ട് നീ എനിക്കൊന്നും തരേണ്ട. മാസ്റ്റർ, അത് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ എന്റെ ശക്തിയിൽ നിന്നും താങ്കൾക്ക് പാതി ഭാഗം തരാം. എങ്കിൽ ശരി, എങ്കിൽ തന്നോളൂ. എങ്കിൽ ഞാൻ പോകുന്നു. എങ്കിൽ ശരി. അവനെ അടിമയാക്കണം. ഞാൻ പോയത് യാത്രക്കാലം ശ്രമിക്കേണ്ട. നിനക്ക് മാസ്റ്റർ ഉപയോഗിച്ചൊരു കാര്യമില്ല. കേട്ടോടാ അബ്രകഡാബ്ര മഹാനെ. വേണ്ടടാ, വേണ്ട. നീ എന്നെ മാസ്റ്റർ എന്ന് വിളിക്കേണ്ട. പക്ഷേ ഒന്നോർത്തോ, നിന്റെ നാശം അടുത്തിരിക്കുന്നു. ഇതൊക്കെ നിന്റെ വെറും അതിമോഹങ്ങളാണടാ. നീ എന്നെ നശിപ്പിക്കുമെന്ന കാര്യം ഒരിക്കലും സാധ്യമല്ല. കാരണം ഞാൻ നിനക്ക് തന്നത് എന്റെ ശക്തിയിലെ 1/10 ഭാഗം മാത്രമാണ്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കൂ. അതെയോ? എങ്കിൽ നിനക്ക് തെറ്റി. എനിക്ക് തന്നത് നിന്റെ ശക്തിയുടെ 10 ഭാഗം മാത്രമാണെങ്കിൽ എനിക്ക് കിട്ടിയ ദുഷ്ടശക്തിയുടെ പവർ നിന്റെ ശക്തിയുടെ 10 മടങ്ങാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അതൊക്കെ ശരിയാണെങ്കിലും എന്നെ അടിമയാക്കണമെന്നത് നിന്റെ വെറും വ്യാമോഹമാണ്. എനിക്ക് എന്റെ ശക്തിയുടെ 1 ഭാഗം മാത്രം മതി. അധികം വടക്കു പിടിക്കാതെ പറഞ്ഞ കാര്യം പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കൂ. എനിക്ക് അവനേക്കാൾ ശക്തി നേടിയെടുക്കണം. എന്നിട്ട് അവന് ശക്തി കൊടുത്ത പാതാള ഗുരുവിനെ അടിമയാക്കി കാണിച്ചു കൊടുക്കണം. അദുഷ്ടശക്തി എന്നിൽ പ്രവേശിച്ചിരിക്കുന്നു. എനിക്കെനി ആ പാതാള ഗുരുവിനെ അടിമയാക്കണം. ഇവനെന്നെ അടിമയാകട്ടെ. ഇന്നു മുതൽ നീ എന്റെ അടിമയാണ്. ശരി മാസ്റ്റർ. അങ്ങനെ വഴിക്കുക. നിന്റെ ഈ വൃത്തികെട്ട രൂപം ഒന്ന് മാറ്റിയെടുക്കണം. ഇവന്റെ ഈ രൂപം
മാസ്റ്റർ. നശിപ്പിക്കണം എല്ലാം എല്ലാം. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. അങ്ങനെ തന്നെ. ഈ നാട് നീ നശിപ്പിക്കുമല്ലടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സാധ്യമല്ല. പാതാള ഗുരുവേ, അവന്റെ ശക്തി തിരിച്ചെടുക്ക്. അയ്യോ, എന്റെ ശക്തി പോയെന്നാ തോന്നുന്നത്. ഇനി ഇവിടെ നിൽക്കുന്നത് എന്റെ ജീവനും ആപത്താണ്. കിട്ടിപ്പോയി. ആദ്യ അവിടേക്ക് പറഞ്ഞേക്കാം. അവനാകുമ്പോൾ സുഖമായി അത് എടുത്തുകൊണ്ടുവരും. എനിക്ക് എന്റെ ശക്തി തിരിച്ചു തരൂ. പൊട്ട, എങ്ങോട്ടാടാ പോകുന്നത്? ഞാൻ ഇവിടെയാടാ ഉള്ളത്.
പാതാള ഗുരുവിനെ കണ്ടെത്തി കൂടുതൽ ശക്തി ആവശ്യപ്പെടണം. വരൂ, നിന്റെ ശക്തി ഞാൻ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു തരാം. അതിനു നീ വെറും 48 വിനാഴിക മാത്രം തപസ്സിരുന്നാൽ മതി. അവനെ നശിപ്പിക്കേണ്ടത് എന്റെയും നിന്റെയും മാത്രം ആവശ്യമല്ല, ഈ ലോകത്തിന്റെ കൂടി ആവശ്യമാണ്. ഇതിനകത്ത് എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊര തേരൂരിടും മിഷലായ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നി. നീ പിന്നെയും വന്നോ? നിനക്ക് എന്റെ കയ്യിൽ നിന്നും കിട്ടിയതൊന്നും പോരെ? Why this? പോടാ. ഇതിനെ കളിപ്പിക്കാനുള്ള പരിപാടിയാണ്. എന്താ? സോറി ചേട്ടാ, അവൻ തലക്ക് സൂര്യാണ്. വെറുതെ നാളെ ആഹാ, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഞാൻ നിന്നെ പറ്റി ഒന്നും വിചാരിച്ചിട്ടില്ല.
അദൃശ്യമാവട്ടെ. ഞാൻ ആ സൈക്കിളിലെത്തട്ടെ. എങ്ങോട്ടാടാ നീ പോകുന്നത്?
മനസ്സിലായി. നിങ്ങളുടെ ശക്തി ഞാൻ തിരിച്ചെടുക്കാൻ പോകുകയാണ്. എങ്കിലൊന്ന് പെട്ടെന്നാകട്ടെ. ഗുരു, എന്റേത് കൂടി എടുത്തോളൂ. നിങ്ങൾക്ക് ജീവിക്കാനുള്ളവ ഞാനുണ്ടാക്കി.